എന്താണ് ആരാണ് ടാറ്റോട്ടതാ ജാടല്ലാത്ത സെലിബ്രിറ്റിയാണ്. ഇതാണ് ഫസ്റ്റ് ഫാമിലിന്റെ വണ്ടി. ഞമ്മള് പോണ കണ്ട് പരിചയമുള്ളതുകൊണ്ട് തന്നെ ഒന്ന് തൊട്ട് തലോടിയൊക്കെ പോകുന്നു. നമ്മള് സാധാ വീട്ടിലുള്ള കാര്യമാണെങ്കിലും ഇതൊന്നും എടുത്തിടുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യമല്ല. ഒരു ദിവസം ഫുള്ള് നമ്മൾ അതിന് വേണ്ടി മൈൻഡ് ആദ്യം സെറ്റ് ആക്കണം. പിന്നെ നമ്മളിത് എടുക്കണം, എഡിറ്റ് ചെയ്യണം. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ലാബ് പോയിട്ടില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് മിക്കവാറും ശനിയാഴ്ചയാവും. ഇത് വെള്ളിയാഴ്ചയാണ്. ഞാനിപ്പോൾ ഉച്ചയ്ക്ക് പള്ളിയിലൊക്കെ പോയി വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ദീമ നേരെ വന്ന് എൻ്റെ കാലിൻ്റെ അടിയിൽ വന്ന് ഇരുന്നിട്ടുണ്ടോ. ഇല്ല പൗഡറും ലിപ്സ്റ്റിക്കും ഒക്കെ എടുത്ത് കളിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് 2-3 സ്ഥലത്ത് പോകാനുണ്ട്. ഇന്ന് പാച്ചുവിൻ്റെ സ്കൂളിൽ ഒരു പരിപാടി ഉണ്ട്. പിന്നെ വേറെ സ്ഥലത്ത് പോകാണ്ടത്. പിന്നെ നിങ്ങൾ തമ്പനയിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ്. ആക്ച്വലി എനിക്കിട്ട് 2 ആൾ നല്ല പണി തന്ന് ലാബിൽ നിന്ന് മുങ്ങിയതാണ്. അപ്പോൾ അവരൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ വീണ്ടും റെഡി ആയിട്ടുണ്ട്. ഹലോ. അപ്പോൾ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്ട്. ഞാൻ എനിക്കിട്ട് പണി തന്ന 2 ആൾക്കാരെ കാണാൻ പോവാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. എന്തായാലും പണി കിട്ടിയല്ലോ, അങ്ങോട്ടൊരു പണി കൊടുക്കാം. അപ്പോൾ അതിന് ഞാനും ഉമ്മയും ദിമ്മയാണ് ഇപ്പോൾ പോണത്. ഇപ്പോൾ ഇവിടെ ആരുമില്ല. അപ്പോൾ ഇനി പോയിട്ട് എവിടേക്കാണ് പോകണമെന്ന് അവിടെ ചെന്നിട്ട് കാണാം. ആദ്യം ഇവിടെ നമുക്ക് ഉപ്പടക്ക് പോകണം. ദിമ്മ തലയിലുള്ള ബാൻഡൊക്കെ എടുത്ത് കൈക്ക് വെച്ചു. അയ്യോ കൊള്ളില്ല. അപ്പോൾ അപ്പൊ ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ചതിച്ചു പോന്നാണ്. രണ്ടാളെ മെല്ലെ ഇന്റെ കണ്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കട്ടമ്മ. സംഭവം ശരിയാണ്. എന്താ വെച്ചാലേ അപ്പം ഫർസാനത്ത് ചതിച്ചു എന്ന് പറയാൻ കാരണം ഞങ്ങൾ ചതിച്ചോലോ. ഞങ്ങൾ രാവിലെ ട്രെയിനിങ്ങിന് പോയപ്പോ അവിടെ ഞങ്ങൾ ആദ്യമായിട്ട് അലോകേസ് ഫസൽ ഫാമിലിന്റെ കഴിഞ്ഞിട്ട് കേൾക്കണത് ഫർസാനത്ത് ഒരു എക്സ്ട്രാ റൂമിൽ കേറും. ഞങ്ങൾക്ക് അത്ഭുതേനി. ഇപ്പോഴാണ് ആ എക്സ്ട്രാ റൂമിൽ പോയി അങ്ങനെ പേഷ്യന്റ് വരുമ്പോ മുട്ടണം എന്ന് പറയും. വാതിൽ കുറ്റിട്ട് ഡോൺ വോയിസ് കൊടുക്കാറ്, അല്ലെങ്കിൽ ലോങ്ങിന് തഫ്നയില് റെഡി ആക്കാറ്. പിന്നെ നമുക്ക് എന്താ ഏതാന്നൊന്നും അറിയില്ല. പിന്നെ പിറ്റത്തെ ദിവസം വന്നപ്പോ ഞാൻ ചാനൽ തുടങ്ങിയാണ്. അന്ന് പോയ കിളിയെ വർഷാലാക്കാൻ എത്രയും കാലമായിട്ട് തിരിച്ചു വന്നിട്ടില്ല. അതാണ് സത്യം. എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ തുടങ്ങാൻ. ഞായറാഴ്ച വരെ ഞങ്ങൾ ലാവ് പോക്കണം. ആ ഞായറാഴ്ച കെട്ടിച്ചോടത്തെ പണി കഴിച്ചിട്ട് ഓളെ പണിയും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇവിടെ കൂടും. ഇവിടെ കൂടിയിട്ട് ഒരു 3-4 റീല് ഞങ്ങൾ ഒരു ദിവസം എടുക്കൽ തുടങ്ങി, ഒരാഴ്ചക്ക് വേണ്ടി. പിന്നത്തെ ഒരു റീൽ എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് പിറ്റത്തെ ഞായറാഴ്ച വന്നിട്ട് വേണം. ലീവ് ചോദിച്ചാണെങ്കിൽ മുതലാളിന്റെ മോന്ത മാറും. അല്ല, അത് സംഭവം സത്യാണ്. പിന്നെ എന്റെ ചാനല് ഇങ്ങനെ എന്റെ കുഴപ്പം തന്നെ എനിക്കറിയാം. മടിയാണ്. ഞങ്ങളിപ്പോ ഇത് വന്നിട്ട് അത്ര നേരെ വീഡിയോ എനിക്ക് കുറച്ച് മടിയുണ്ട്. ഇവര് പറഞ്ഞാ രണ്ടാളുള്ള മാത്രല്ല, ഒരു നല്ല ഹാർഡ് വർക്കും ചെയ്തിക്കണ്. ഡെയിലി ഇടും. എനിക്ക് ആ ഡെയിലി ഇടലാണ് മടി. നേരിടൽ വരും മടി. ഇപ്പൊ അത്രയും കാലം ഐഫോൺ ഇല്ലാന്നിട്ട് ഭയങ്കര പരാതിയാണ്. ഞങ്ങൾ ഐഫോണൊക്കെ നമ്മക്ക് ലാസ്റ്റ് ആണ് ലാവ് നടങ്ങണീന്റെ 1 മാസം മുന്നാണ് ഐഫോൺ കിട്ടണത്. ഫർസാനത്താന്ന് പറഞ്ഞ അന്നൊട്ടെ എന്റെ ഫോൺ നോക്കും എനിക്ക് അത്രേ. എന്നിട്ട് ഇപ്പൊ 13 പ്രോയോ 15 പ്രോയോ പ്രോയൊക്കെ വാങ്ങിക്കോ. എനിക്ക് ചാനല് എനിക്കൊന്ന് ഇതാവണം, ഒന്ന് ഉഷാറാക്കണം എന്നൊക്കെ പറഞ്ഞു കൊറേ 2-3 വീഡിയോ ഞാൻ അടുപ്പിച്ചിടും. പക്ഷെ വ്യൂസ് വരുന്നില്ല കാണുമ്പോ നിർത്തും. പിന്നെ 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു വീഡിയോ ഇടും. അത് പിന്നെ വ്യൂസ് ഇല്ല. ഓ വേണ്ട. പക്ഷെ അതാണ് ഏറ്റവും വലിയ കുഴപ്പം. പക്ഷെ ഞമ്മക്ക് പറഞ്ഞാല് കൊറേ എതിരെ നമുക്ക് കൊറേ ബാക്ക്ഗ്രൗണ്ടിൽ കൊറേ നെഗറ്റീവ് കേൾക്കാണ്. ഫർസാനത്താനെ അമ്മായിമാനെ സമ്മതിച്ചണം. അമ്മായിമയാണ് ഫർസാനത്താനെ അമ്മായിമയാണ് ഫസ്റ്റ് സപ്പോർട്ട്. വീഡിയോ സപ്പോർട്ടിന്റെ പ്രശ്നമല്ല, ഫ്രീഡത്തിന്റെ പ്രശ്നമല്ല, ഒന്നിനും പ്രശ്നമില്ല. മറ്റേ ആലക്കാലത്തൊക്കെ അവിടെ നോക്കിയാലും മറ്റേ എന്നിട്ടോ ഫുള്ള് സപ്പോർട്ട് ഞങ്ങള് പറയാം എന്തിനാ ഫർസാനത്ത് എടുത്തൂടെ മാപ്പിള കാക്കു വെച്ച് ഐഫോൺ പിറ്റത്തെ ആഴ്ച കാക്കു ഐഫോൺ കൊണ്ട് നോക്കുന്നു. ഞമ്മളൊക്കെ
തെണ്ടിതായി നമ്മളില്ല കാര്യം പറയുന്നത്. ഫർസാനാത്തൊക്കെ എവിടെ നെറ്റീവില് ഇളച്ചന്മാരെ കിട്ടും, ഇളച്ചന്മാരെ കുട്ടി നാത്തോമാരെ കുട്ടികളെ കിട്ടും. ഓൾക്ക് ടൂർ പോവാ, കസിൻസ് ഉണ്ട്. നമ്മക്ക് എന്താ കാർ ഓട്ടോ പക്ഷെ എന്താ അറിയോ, ആ വ്യൂവേഴ്സിന് വരുന്നില്ല, വ്യൂസ് കൂടുന്നില്ല. അത് ഇങ്ങക്ക് ഇപ്പൊ ഇവര് പറഞ്ഞാ തുടങ്ങിയ സമയത്ത് തന്നെ കളി കൊടുക്കണം പറയ്. അല്ല ഇവര് പറഞ്ഞാല് ഇവർക്ക് ഫസ്റ്റ് ഒരു ഭാഗ്യം കിട്ടിയിരിക്കണ്. അതിന് ശേഷം ഇവര് നല്ല കൺസിസ്റ്റൻസ് ആയിട്ട് കൊണ്ടുപോയി അന്ന് മുതൽ ഇന്ന് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൺസിസ്റ്റൻസി കുറവാണ്. പിന്നെ ഇതാണ് മടി. നമുക്ക് വീഡിയോക്ക് വ്യൂസ് വന്നിട്ടില്ലെങ്കിൽ നല്ല മടി, ചടക്കും. അത് ഇവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കാരണം തുടക്കത്തിൽ ഒരു 3-4 വീഡിയോ ഉള്ളൂ വലുത് വ്യൂസ് ഇല്ലാത്തത്. പിന്നെ ഫസൽ ഫാമിലിനും കൂടി ഇവിടെ കണ്ടപ്പോ അന്ന് ഫസൽ ഫാമിലി വന്ന വരവേനി അതില് വന്ന ആ കാറ്റില് ഞങ്ങളോടൊപ്പം കൂടി ആ കാറ്റിൽ അങ്ങോട്ട് കേറി. പക്ഷെ ആ ഒരു കയറ്റുള്ളൂ. പിന്നെ ഇവര് കറക്റ്റ് കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോ ഡെയിലി ഒരു വീഡിയോ 2 ആക്കി, 2 വീഡിയോ 3 ആക്കി. അത് ഞങ്ങൾ നല്ലോണം സമ്മതിച്ചിരുന്നു. കാരണം അത്രയും വീഡിയോ ഇടുക ചില്ലറ പണിയല്ല. ഇത് ഈ പൈസ ഇതിപ്പോ പുറത്തു തോൽക്കാണിത്. എന്താ സുഖല്ലേ. ഇന്നിപ്പോ നിസ്സാരാണ്. 2 ദിവസം മുന്നേ അലയാക്കാക്ക് ഒരു പ്രായം കൊടുത്തിന്. ഇനിയിപ്പോ ഞാൻ ഇന്നിപ്പോ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, നമ്മളെ ഒരു കമന്റ് ഒന്നും അധ്വാനിച്ച് ജീവിച്ചൂടെ, നിങ്ങക്ക് വേറെ പണിയില്ലേ. ഞാൻ പറയണേലും നല്ല തൊഴിലുറപ്പിന്റെ കാട്ടണേ. ഞാൻ തൊഴിലുറപ്പിന് പോയി. കാരണം നമുക്കുണ്ടല്ലോ ഇത് നെറ്റ് എററായ, ഫോൺ ഹാങ് ആവുക, സ്വിച്ച് ഓഫ്. നിങ്ങൾക്കില്ല ഹാങ്ങിങ് ഇല്ല ഫോണ്. നമുക്കൊരു അപ്ലോഡിങ് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ പിറ്റേത് 50 മിനിറ്റ് 30 മിനിറ്റ് ചൂടാവുക ഒക്കെ നമുക്കിത് കാണുമ്പോ. വീഡിയോ പിന്നെ കണ്ടന്റ് ഇനിയിപ്പോ നമ്മള് സാധാ വീട്ടിലുള്ള കാര്യമാണെങ്കിലും ഇതൊന്നും എടുത്ത് ഇടുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യമല്ല. ഒരു ദിവസം ഫുള്ള് നമ്മൾ അതിന് വേണ്ടി മൈൻഡ് ആദ്യം സെറ്റ് ആക്കണം. പിന്നെ നമ്മളിത് എടുക്കണം, എഡിറ്റ് ചെയ്യണം. അപ്ലോഡിങ്ങിന് എന്താ ചായയും കടിയും നമുക്ക് അത്രയും കാലം ആലോചനയാണ് ഇത്. ശരിക്കും നമ്മള് പുറത്തൊരു ജോലി ഇപ്പൊ എനിക്ക് ലാബൊക്കെ പോവാണെങ്കിൽ ലാബത്തെ ജോലി ഇത്രയും ബുദ്ധിമുട്ടില്ല ശരിക്കും. അവിടെ പോയിരിക്കാരെല്ലാം വന്നാൽ ചെയ്യാം, അത്രേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതുമ്മക്ക് തിരിയുമ്പോഴാണ് 2 ഭാഗത്ത് ആക്കി ഇടല് കഴിഞ്ഞ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഓലെ നെഗറ്റീവ് ഓലെ കമന്റിൽ നമ്മൾ പറയുണ്ടാവും. നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒക്കെ നമ്മൾ കേൾക്കണം. എല്ലാ ഫേസും കേൾക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവരും കേൾക്കണം. അതാണ് ഫർസാനാത്താന്റെ അമ്മായിമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നമുക്കിപ്പോ അത്രയും ഞങ്ങളെ കുടുംബങ്ങളുണ്ടെങ്കിൽ ഒറ്റ ഒരാള് കുടുംബത്തിലില്ലല്ലോ. കൊറേ ആൾക്ക് ഇല്ല. നമുക്ക് കൊറേ എന്താ പറയാ, ഓൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഞാനുണ്ട് നേരെ വെളുത്ത് നീച്ചിട്ട് ചായം എന്തിടും തുടങ്ങുക, അത് ഫോൺ മുറിച്ച് തുടങ്ങുക. അപ്പൊ എന്തേലും കിട്ടും. പിന്നെ മെയിൻ പ്രശ്നങ്ങൾ പറഞ്ഞാൽ വ്യൂസ് ആണ്. വ്യൂസ് ഒന്നും ഒരേപോലെ നിൽക്കുമ്പോ നമുക്കും ചടപ്പ് തോന്നും. പെട്ടെന്ന് ക്ലിക്കായ അരം കൂടും. ഇല്ലെങ്കിൽ 2 വീഡിയോ കയറിയാൽ മതി. പിന്നെ ആ വണ്ടി അങ്ങനെ ഓടിക്കോളും. അപ്പൊ നമ്മളൊപ്പം ഇങ്ങനെ അതിന്റെ കേറിയാലോ. പിന്നെ ഓടണ ഒന്നും കൂടി കൂട്ടാൻ നമ്മള് കുറച്ച് എരുമ്പുളൊക്കെ ഇടക്കൊന്ന് കൊടുത്താൽ മതി, അത് കൂടിക്കോളും. പക്ഷെ ആ ഫസ്റ്റത്തെ കയറ്റാണ് പ്രശ്നം. ഒക്കെ ശരിയാവും. ഞമ്മക്കിത് മാപ്പിളാര് ഓലും മതിയാർക്ക് പെരി കുത്തിരുന്നോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എന്താ അറിയോ, ഓല് ഇപ്പൊ ഇത് പുറത്തേക്ക് പറയണല്ല. ഓല് ഇപ്പൊ എന്ത് ഇനിയിപ്പോ ഒരു ജോലിക്ക് പോയാൽ ഇപ്പൊ ഈ കിട്ടുന്ന ഒരു വരുമാനോ അല്ലെങ്കിൽ ഒരു ഇതോ ഉണ്ടാവൂല വേറെ ഏത് ജോലിക്കും. ഇനി നമ്മൾ ഈ ലാബ് അതിലൊന്നും ഒരു സാലറി ഇല്ല. ഭയങ്കര പഠിച്ച തന്നെ തെറ്റാണ് ശരിക്ക്. ഇങ്ങനത്തെ കോഴ്സ് ഒന്നും ആരും എടുക്കുകയും ചെയ്യും. നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. നമ്മള് ഇപ്പൊ ലാബില് സ്റ്റാഫായി കയറിയിട്ട് 1 കൊല്ലം അധ്വാനിച്ചത് നമ്മള് 2 മാസം അവിടെ പഠിച്ചാൻ കൊടുക്കണം. 42,000 ഫീ ആണ് നമ്മക്ക്. നമ്മക്ക് കിട്ടുന്നത് 4 റുപ്യ. ഓരോ ലാബ് ക്ലിനിക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ഓരോ ഇതാണ്. അത് അമ്മായിമാരുടെ സങ്കടമാണ്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു തൊഴിലിന് എന്തായാലും വേണ്ടില്ല, പൈസ ഉണ്ടാക്കാൻ നോക്കും. ഇത് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങി കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാല് നമ്മക്കാണ്. കാരണം ആൾക്കാർ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളാരും 4 ആൾ അറിയണ്ടേ. അതന്നെ നമ്മൾ ഇതുകൊണ്ട് വിചാരിക്കുന്നത്. അല്ല അപ്പൊ കലാകാലം നമ്മള് വീഡിയോട്ട് പോകുന്നല്ല. നമുക്കൊരു കുറച്ചൊരു ആൾക്കാരുണ്ടായതിനു ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങുക. അങ്ങനെയൊക്കെ ആഗ്രഹങ്ങള്.
സാമർത്ഥ്യം അനുസരിച്ചാണെങ്കിൽ ഇവിടെ ജിമ്മല്ല നിൽക്കുന്നത്. എന്റെ അമ്മക്ക് ഞാൻ ഇപ്പൊ ഒരു ലാബ് ഇട്ടിക്കണ്, അല്ലെങ്കിൽ പോക്കും വരവും എല്ലാം ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ അതൊന്നും എന്റെ അമ്മക്ക് എന്റെ കഴിവിനനുസരിച്ച് ആയിട്ടില്ല. തൊള്ളക്കോടലിനനുസരിച്ച് പോരാ പോരാ. എല്ലാത്തിനും ഒക്കെ തന്നെയാണ്. ഒരാണുങ്ങളോ തന്റെ ഒക്കെ ഉണ്ട് എല്ലാത്തിനും. പക്ഷെ ഓളെ തീരൊന്നും ഇപ്പൊ വീഡിയോ ഇടാൻ മടിയാന്ന് ഒരാളും കൂടി അങ്ങനെ ഉണ്ടെങ്കിൽ ഇളച്ച് ഞാൻ ഫോൺ എവിടേക്കെങ്കിലും കണ്ടോളും എല്ലാം മുങ്ങും. നാത്തൂര് പിന്നെ ഇഷ്ടാണ്, പിന്നെ നിക്കും ഇതാക്കൊക്കെ ചെയ്യൊന്നും കുഴപ്പമില്ല. അതിലും എനിക്ക് ഭാഗ്യാണേ. അതൊന്നും ആലോചിച്ച് നോക്കിയാ ഭാഗ്യം ഏറിയിട്ടില്ല. അതാർക്കും അവിടെ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പൊ ഇളച്ചനാവട്ടെ, ഓരൊക്കെ ഒരു വീഡിയോ മാപ്പിളക്കുള്ളു പിന്നെയും പിന്നെ ചങ്ങായിമാര് കാണുന്നതാക്കണോ മടി അല്ലാത്ത മടി. ഇവിടെ പിന്നെ നമുക്ക് ഇന്ന് പൈസ കിട്ടുമ്പോ എന്താ കളിയാക്കിക്കോട്ടെ. ജംഷാദിനെ പോലെ വശീകരിച്ചതാണ്. ജംഷാദ് ഇങ്ങനെയല്ല. പിന്നെന്താ പറയാ, ഞമ്മക്കൊരു പ്രതീക്ഷ ഉണ്ട്. അതുമ്മ പിടിച്ച് ഞങ്ങളതാ പറഞ്ഞ ഒരു പ്രതീക്ഷ ഉണ്ട്. കുരുമാനെ ഇത് കൂടാൻ അയക്കരുത്, ഇതുമ്മ കേറി നമ്മള് കഴിച്ചിലാകും അല്ലേ. കുറച്ച് സമയം തരി, അപ്പൊ പിന്നെ കൊഴപ്പില്ല. ഇവക്കൊണ്ട് കുറച്ച് തന്നെയാണൊക്കെ, മറ്റൊന്നും എത്രല്ല. തുടക്കത്തില് പക്ഷെ ചാനലിന്റെ തുടക്കത്തിൽ വോയിസ് കൊടുത്തിന് വോയിസ് മാത്രല്ല യൂട്യൂബ് കൊണ്ടുവരുന്നേ ഞാൻ വീഡിയോ ഒക്കെ. അന്ന് ചെറിയാപ്പു അങ്ങനെ തുടങ്ങണേ ഇതെന്താ ബാക്കിയുള്ളവർക്ക് ഇതെന്താ കഥ അറിയില്ലല്ലോ. അത്തൊലാക്ക് പറഞ്ഞ കഴിഞ്ഞില്ലേ, ഒന്നാം തലാക്ക് രണ്ടാം തലാക്ക് അഭിനേതാവാണ്. കണ്ണുടിച്ചൊക്കെ വരുന്നുണ്ടില്ലേ. അതിന് കൊറേ ആൾക്കാർ നമ്മളന്നെ കാരണം നമുക്കത് കിട്ടുണ്ടല്ലോ, പുറത്തില്ലല്ലോ. പിന്നെ കൊറേ ആൾക്കാർ നമ്മളെ കണ്ടാൽ എന്തോ ഒരു ഇഷ്ടം അറിയോ, മണ്ടി വരും ഒരു താത്ത. പക്ഷെ ഇങ്ങനെ 4-5 മാസമായിട്ട് നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട്. എന്റെ അമ്മക്ക് തന്നെയാണ് അസുഖം. ഒരു ഫസ്റ്റ് ഒരു ഉപ്പാന്റെ ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞാണ് നമ്മള് പറഞ്ഞില്ലേ ലാഭത്തെ താത്ത പറഞ്ഞു. താത്താന്റെ പ്രായമില്ല, ഒരു വയസ്സിന് മാറ്റമുള്ളൂ. പക്ഷെ മൂത്തൊക്കെ പേരണ്ട് വരൂല. പക്ഷെ താത്ത സിഫിന്റെ മുതലാളിന്റെ പേരാ വിളിച്ചു. അതാണ് വിളിച്ചു. എനിക്ക് പ്രായം ഉണ്ടല്ലോ. ഞാൻ വരണ്ട സ്റ്റാഫായിട്ട് കയറ്റിയാവോ? വേറെ ആളൊക്കെ ഉണ്ട്. ചതിച്ച കാര്യം പറയും. നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞേക്കിന് നമ്മൾ ഇറങ്ങിപ്പോന്നു. അവിടെ കഴിഞ്ഞേക്കിന് സിഫ്നാക്ക് പള്ളിയിലുണ്ടായി. ഇതിന് 3 വരെ വയസ്സായി. നഴ്സറി ചേർത്തണ്ടേന്. ഞാൻ പോന്നു പറഞ്ഞപ്പോ ഓളും പോന്നു എന്റെ പിന്നാലെ തന്നെ. കാരണം നമ്മളോട് അവിടെ കയറാൻ പറഞ്ഞത് ഇനിട്ടോ. പിന്നെ പെട്ടത് പക്ഷെ നമ്മള് ഫർസാനത്ത് ഉംറക്കോയ ടൈമിലൊക്കെ നമ്മളെ കജ്ജിൽ ഏൽപ്പിച്ച് വന്നപ്പോ അതേമാതിരി കൊടുത്ത് ശരിക്ക് നല്ല തോത്തി കുറച്ച് വന്നീലാറെ വൃത്തിയാക്കി, അല്ല പോയില്ലാറെ വൃത്തികേടാക്കി വൃത്തിയാക്കി. സ്കൂട്ടി അറിയാമല്ലോ അല്ലേ? എനിക്കറിയില്ലേ? പിന്നെ ആ വിനങ്ങളെ ഓല് 2 ദിവസമായിട്ട് ഇവിടെ ഇല്ലേ. ഇമ്മമ്മയെക്കാലം വരുന്നേ. അങ്ങനെ കേസ് ഇവിടെ മോട്ട ഉമ്മമാനാക്കാൻ വരിക തോന്നുന്നുണ്ട്. പൊതിയൊക്കെ ഉണ്ട് കച്ചില് ആണ്. ഓയ് വാ, ഇവിടെ വേറൊരു യൂട്യൂബർ ഉണ്ട്. വാ, ഞാൻ പുതിയ വാങ്ങി. ഞാൻ വാങ്ങിയത് ഒന്നും നോക്കിയില്ല. 15 Pro ഇന്ത്യ അല്ല. എന്താ ഒക്കെ കളിച്ചാലേ കുട്ടികളല്ലേ കുട്ടിയാക്ക് അഭിനയിച്ച കുട്ടിയാക്ക് ഓരോ നമ്മ കൊടുക്ക്. ഓരോ ഷോട്ടൊക്കെ അഭിനയിപ്പിച്ചാൻ കൊണ്ടേനി. കുട്ടികൾ എന്നിട്ട് ഒന്ന് മുട്ടായി വെച്ചു. അമ്മമാരോട് ചോദിച്ചിട്ടുണ്ടാവില്ലേ? കുട്ടികളായിട്ട് അഭിനയിച്ചിട്ട് അപ്പൊ കുട്ടികൾ മുട്ട
ബാക്കറിയ കുട്ടികൾക്ക് വേണ്ട പേടിയാ വള്ളി കാലിച്ചു എല്ലാരെയും കാണാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പ ഞങ്ങള് മുതലാളി ലാഭത്തെ അറിയില്ലേ അമിതാക്കല്ലേ പോയിപ്പിട്ട് ആ അതിന്റെ പെണ്ണുങ്ങളും മരുകളും എടാ ഓക്ക് വ്യൂസ് കേറാൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്താ എന്താ പറയാ മുതലാളി എന്നിട്ട് പോരി നിങ്ങളെല്ലാരും ചോദിച്ചാണ് നമുക്ക് അസാരി ലാഭം വെച്ചു ലേറ്റ് ഇല്ല ലേറ്റ് കൊണ്ടിരുന്നു എന്റെ ടി വി അതങ്ങനെ തന്നെ പോവുള്ളൂ എത്രയാണെങ്കിലും ഇരിക്കി കുട്ടി ഇറങ്ങി വെജ് മൂക്കടുപ്പൊക്കെയാണ് അത് പാരമ്പര്യാണ് ആ കുന്നുംപുറം കേറി 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 ഈ പ്രായമുള്ള ആരും ഇപ്പൊ ആ തറവാട്ടത്ത് കുന്നുംപുറം കേറൂലല്ലോ പക്ഷെ അമ്മക്ക് ആരോഗ്യ ആയുസൊക്കെ ഉണ്ടാക്കാൻ മുട്ടിയുടെ മമ്മൂട്ടി എന്തോ പ്രമോഷന്റെ ഇതിന് പോയിക്കണോ ഇല്ലേ ആ എന്തൊക്കെ എന്താ പറയാ കഫ മോഡലാണ് പയ്യേ പെരിയും ഒരു ആംബിയൻസും കാര്യൊക്കെ ആയിട്ട് എവിടെയാണത് നിലമ്പൂര് പണ്ട് തോണിക്കടവ് എന്താണ് കോലോപ്പടി കോലോ പണ്ടൊക്കെ തോണിക്കുണ്ട് നമ്മളെ കുട്ടിനോടല്ലേ പാലന്റെ വാപ്പ അങ്ങനെയല്ലേ ആ വേനെ സുഖമാണ് നമുക്ക് രണ്ട് ഫാമിലിക്ക് വന്നിട്ട് പോവുകയും ചെയ്യും മറ്റൊരു ഫാമിലിക്ക് ഒറ്റക്ക് പറ്റൂലല്ലോ ഒക്കെ വെച്ചാത്തോലും എനിക്ക് പോകണമെങ്കിലും എടുക്കണമെങ്കിലും ഒക്കെ സമാധാനത്തിന് പുറത്ത് പോകാനൊക്കെ കഴിഞ്ഞല്ലേ ഫർസാനാത്ത കുട്ടിനൊക്കെ തൊട്ടീന്നെടുത്ത് ഫർസാനാത്താന്റെ ഉമ്മയൊക്കെ എടുത്ത് ഇങ്ങനെ കുത്തിരിക്കണം പ്രസിദ്ധമായ കുട്ടീനെ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മളെന്തൊക്കെയെന്ന് പറയാ ആ തള്ളാണ് അതെല്ലാം വൈറലാണ് അശ്വടി ഇതാണ് ജനിച്ചപ്പോ വൈറലായ കുട്ടി പാമ്പേസ് ഇട്ടിട്ടാ വൈറലാവണോണ്ട് അവിടെ മുട്ടായിനെ കണക്കാട്ടോ അന്ന് മോന്റെ റീലിനും വേണ്ടി ഇവിടുന്ന് കുട്ടികളെ കുറച്ച് കടെടുത്തീനി അപ്പൊ ഓല് പിന്നാലെ നടക്കാണ് എന്നിട്ട് ഉമ്മമാന്റെ റീല് നിറച്ചു മുട്ടായിയാണ് അവിടെ 4 ഇപ്പൊ ഞാൻ എന്തിന് തുടങ്ങിയാലോ ഇപ്പൊ നിന്നോട് പൈസ ചോദിച്ചത് എത്ര കുട്ടികളെയാണ് വീഡിയോ എടുക്കാന് 9 കുട്ടികള് അതില് 10-20 കഷ്ണുണ്ട് അതിന്റെ ഉള്ളില് കട്ടയാണേ 20 ഉറുപ്പ്യേന് മുതലാണ് ഉമ്മ ധൈര്യമായി കൊടുത്തോളി ബ്രാൻഡാണ് മിൽക്കി ബാറല്ലേ അത് നല്ല പൈസന്റെയാണ് പൊട്ടിച്ചണ്ടമ്മ കട്ടയാണ് ഇല്ലേ കുട്ടീനെ ഉറക്കിയിട്ട് രാത്രി ഇങ്ങോട്ട് പോര് രാത്രി ഉറക്കാതെ നമുക്കൊരു വ്ളോഗ് കൊടുത്ത് പിരി മിൽക്കി ബാറുടെ ആൾക്കാരൊക്കെ ശ്രദ്ധക്കും ഉമ്മമാക്ക് മുട്ടായി കൊടുക്കുമ്പോ വലുതെടുത്ത് കൊടുക്കുക ഇതെന്താ പരിപാടി നേരെ വരിക സ്കൂൾ പരിപാടി ഇപ്പളോ സ്കൂൾ വന്നിട്ടില്ലേ അതാപ്പ ഞാൻ ചോദിച്ചാ നിന്ന് രണ്ടാളും പോവുണ്ടോ ഓളൊറ്റയ്ക്ക് എടുക്കും പോലെ എല്ലാത്തിനും വേണം ഞാൻ നിങ്ങളില്ലേ സ്നേഹല്ല മരുവോള ലൈസൻസ് ഒന്ന് ആലോചിച്ചോക്ക് എല്ലാ ദിനവും ഇവിടുന്ന് ആരെങ്കിലും ഒരാളെ കൊണ്ടുപോകും പിന്നെ കുഴപ്പമില്ലല്ലോ എന്നും കാട്ടാലോ
ചെലപ്പോ അല്ലെങ്കിൽ നാത്തൂന് പിടിക്കും. അല്ലെ നാത്തൂന്റെ കുട്ടിയെ ഊട്ടിക്കൊക്കെ പോവാണെങ്കിൽ ചൊരം കയറാണ് നേരെ ആരെങ്കിലും ഒരാളെ മേക്കെ കയറ്റും. ഓക്ക് ഇഷ്ടമുള്ളടത്ത് പോകുമ്പോ ഞങ്ങളാരും റംഷിക്ക് കുഴപ്പമില്ല. ആരപ്പ അമ്മാന്റെപ്പളാ കുടുംബകല ഉണ്ടാവണ പോലെ ശ്രദ്ധക്ക് ഇങ്ങനെ ഒന്ന് പയറ്റി വെക്കുക. പോളെ ഈ രാത്രിയും പാരയില് പോണേ എനിക്കൊരു വിഷയമല്ല. അത്ര ധൈര്യമുള്ള വൈകുന്നേരം പെരിയൊക്കെ വന്നാ മതി കറക്കാൻ നേരത്ത്. 10 മണി ആയാലും വേണ്ടില്ല, ഞാൻ വിളിക്കും എവിടെ എന്താ എവിടെ എത്തിയിരുന്നില്ല. പക്ഷെ എന്നാലും ഇച്ചോളെ അത്ര വിശ്വാസമാണ്. ഇല്ല എത്ര ഫ്രീഡം ഉള്ള ഒരു മരുമോള് സുൽത്താൻ പിടിക്കല്ല. ഉണ്ടാവില്ല അങ്ങനെ പോണത്. അപ്പൊ ഇങ്ങനത്തെ അമ്മായിമാരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ഒന്നും വേണ്ടല്ലേ. അതാണ് ഏറ്റവും ഭാഗ്യം. അമ്മായിമാര് എന്റെ പേര് എവിടെയാണ്? ചന്തക്കുന്ന്. നമ്മളെ ഇപ്പാന്റെ ഈ അസുഖം ഇപ്പാന്റെ അസുഖമാ. പിന്നെ പറയാൻ തീരുമാനം കിട്ടില്ല. പോയിക്കോട്ടെ. ഓ ഇല്ല ഇല്ല എന്താ അറിയോ അപ്പൊ കിട്ടണം തള്ളനെ. ഇല്ല ഇല്ല അപ്പൊ കൊടുത്ത് കടത്തിയതോളൂ. അപ്പൊ ഇന്നത്തെ ഒരു വ്ളോഗ് ഒരു കുഞ്ഞു കുട്ടിനെ കാണാൻ വരെ വേണി. അപ്പൊ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ആക്കല്ലേ. അപ്പൊ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ അടുത്ത വീഡിയോയില് കാണാം. ഒരു സലാം പറഞ്ഞാണേ. അസ്സലാമു അലൈക്കും. സലാം.